നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും ലളിതമായ മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രാണവായുവിനെ സശ്രദ്ധം നിരീക്ഷിക്കുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണിത്. ഇതിനെ ശ്രദ്ധാപൂർണത എന്നും പറയുന്നു. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നും അതിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസിന് മുന്നേ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായി, വളരെ ക്ഷമാപൂർവം ചെയ്യേണ്ടതാണ് ഈ മെഡിറ്റേഷൻ. തുടർച്ചയായി വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന പക്ഷം ഇതിൻ്റെ ഫലം നേടിയെടുക്കാം. രണ്ടാമതായി, ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കരുണയോടെ സ്വീകരിക്കുക എന്നതാണ്. മൂന്നാമതായി, തൻ്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചിന്തകളെയും വികാരങ്ങളെയും ഒരു മുൻവിധിയും കൂടാതെ നിരീക്ഷിക്കുക. നാലാമതായി, താൻ നേടിയ എല്ലാ അറിവുകളെയും മറന്ന് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഇതിനെ സമീപിക്കണം. തൻ്റെ അറിവുകളെ എപ്പോഴും റീഫ്രഷ് ചെയ്യുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. എല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. നമ്മുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഒരു ധ്യാന രീതിയാണിത്. ശ്വാസം എന്നത് നമ്മുടെ പ്രാണൻ ആണ്. ശ്വാസം ശ്രദ്ധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അടങ്ങുന്നു. ഇത് ചെയ്യുന്ന സമയം പലതരം നെഗറ്റീവ് ചിന്തകളും ശരീരവേദനയും മറ്റും വന്നേക്കാം. ഇത് വളരെ സ്വാഭാവികമാണ്. തൻ്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന എല്ലാത്തരം മാറ്റങ്ങളെയും നിരീക്ഷിച്ചാൽ മാത്രം മതി. ഒരു തരത്തിലുള്ള നിയന്ത്രണവും അരുത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ ചെയ്യാം. അതിനായി ശാന്തമായ ഒരിടം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പൊസിഷനിൽ നട്ടെല്ല് നിവർത്തി കണ്ണടച്ച് ഇരിക്കുക. ആദ്യം തൻ്റെ ശരീരം മൊത്തമായി നിരീക്ഷിക്കുകയും ഒരു റിലാക്സേഷൻ മോഡിലേക്ക് എത്തിക്കുകയും ചെയ്യുക. തൻ്റെ ശ്രദ്ധയെ കഴുത്തിന് മുകളിലുള്ള ഭാഗങ്ങളിലേക്ക് പതിപ്പിക്കുക. കണ്ണ്, മൂക്ക്, നെറ്റിത്തടം, കവിൾ, മുഖത്തെ എല്ലാ മാംസപേശികളും റിലാക്സ് ആവട്ടെ. പിന്നീട് തൻ്റെ ശ്രദ്ധയെ കഴുത്ത്, ഇരു കൈകൾ എന്നിവിടങ്ങളിൽ കൊണ്ടുവന്ന് ആ ഭാഗങ്ങൾ പൂർണ്ണമായി അയച്ചിടുക. ശേഷം തൻ്റെ നെഞ്ച്, പുറം, വയർ, അരക്കെട്ട് എന്നിവിടങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ആ ഭാഗവും റിലാക്സ് ചെയ്യുക. ശേഷം കാലിൻ്റെ തുടകൾ, മുട്ട്, പാദം വരെ ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. ഇപ്പോൾ ശരീരം അടിമുടി ഒരു ഭാരരഹിതമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് അനുഭവം ചെയ്യുക. ശേഷം തൻ്റെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. മൂക്കിലൂടെ ശ്വാസം എടുത്ത് മെല്ലെ പുറത്തേക്ക് വിടുക. തൻ്റെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും ശ്വസനം എന്ന കർമ്മത്തിലാണ്. ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയം നാസികാഗ്രഭാഗത്ത് ചൂട് അനുഭവം ചെയ്യുക. അകത്തേക്ക് ശ്വാസം എടുക്കുന്ന സമയം മനസ്സ് ശാന്തമാകുന്നതും ഊർജം നിറയുന്നതായും അറിയുക. പുറത്തേക്ക് പോകുന്ന സമയം തൻ്റെ എല്ലാ കഷ്ടതകളും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകുന്നതായും അറിയുക. ഏതെങ്കിലും ചിന്തകളും വികാരങ്ങളും മനസ്സിലേക്ക് കടന്നു വരുന്ന സമയം കരുണയോടെ അതിനെ അംഗീകരിക്കുക. അത് സ്വാഭാവികമാണെന്ന് അറിയുക. ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയർ നിറയുന്നതായി അറിയുക. ഒരു ബലപ്രയോഗവും കൂടാതെ ശാന്തമായി തൻ്റെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക.
ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന സംവേദനങ്ങളിൽ കുടുങ്ങാതെ മനസ്സിനെ തന്ത്രപൂർവ്വം ശ്വാസത്തിലേക്ക് എത്തിക്കുക. ശ്വാസം അകത്തേക്ക് എടുത്ത് നിർത്തുമ്പോഴും പുറത്തേക്ക് വിട്ട് കഴിയുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ ഒരു ഇടവേള അറിയുക. ശ്വസനത്തെ നിർത്തുന്ന ആ ഗ്യാപ്പിനെ അറിയുക. ശ്വാസം നിർത്തുന്ന ആ ഇടവേളയിൽ ഒരു വലിയ ശാന്തിയെ നിങ്ങൾക്ക് അനുഭവം ചെയ്യാൻ കഴിയും. തൻ്റെ ശ്വാസത്തിൽ പൂർണ്ണ ശ്രദ്ധയുള്ളവന് മനസ്സിലും പൂർണ്ണ നിയന്ത്രണം കൈവരിക്കാൻ കഴിയും. എല്ലാത്തരം ദുർബലതകളിൽ നിന്നും തൻ്റെ മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കും. ഈ മെഡിറ്റേഷൻ 21 ദിവസം തുടർച്ചയായി ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റം അനുഭവിച്ചറിയുക.